എന്താ നിനക്ക് ശരിക്കും അവളെ ഇഷ്ടമായിരുന്നു? നിനക്ക് അവളെ കെട്ടണം സ്ത്രീധനം വാങ്ങി ഞാൻ കിട്ടും. അല്ലാതൊരു നിനക്ക് സ്ത്രീധനം അങ്ങോട്ട് നീ കൊടുക്കേണ്ടി വരും. കാരണം എനിക്ക് ഓഫർ ചെയ്ത 10 ലക്ഷം രൂപ ഓഫർ ചെയ്തായിരുന്നു. ഇവൻ കെട്ടാന്ന് പറഞ്ഞു ഇവൻ ഐസായിട്ട് സ്കിപ്പ് ആയത്. പുലിവാൽ കല്യാണം സിനിമ പുലിവാൽ കല്യാണം. അതില് കാവ്യമാധവൻ കുറച്ച് പൈസ ബാഗിലായിക്കൊണ്ടുപോകുമ്പോൾ ലാലുവസ് തട്ടിക്കൊണ്ടുപോകും. അപ്പൊ അതേപോലെ തന്നെ ഇവള് 10 ലക്ഷം രൂപ എനിക്ക് ഓഫർ ചെയ്ത കാർ മേടിക്കാനായിട്ട്. കാരണം കാർ ഓടിക്കാൻ ഭയങ്കര ലൈസൻസ് ഉണ്ട്, ലൈസൻസ് ഓടിക്കാറിയാം. സ്കൂട്ടർ ഓടിക്കുന്നുണ്ട്, പിന്നെ കാർ അടുത്ത മാസം മേടിക്കുന്നുണ്ട്. കാറിനെ പറ്റി പറഞ്ഞുണ്ട്, അടുത്ത മാസം കാർ മേടിക്കുന്നുണ്ട്. ലോഞ്ചിങ് താങ്കളെ കല്യാണമാണെന്ന് പറഞ്ഞായിരുന്നല്ലോ. ഏതൊരു പെണ്ണ് 20-ാം തീയതി കാണാൻ വരുന്നത് കണ്ടോ? ഏതോ നെറ്റിൽ ഏതോ ഹിന്ദിക്കാർ കുറെ പേര് ഫേക്ക് ആയിട്ട് വരുന്നുണ്ട്. എങ്കിലും കുറെ എൻക്വയറീസ് വരുന്നുണ്ട് ഇൻസ്റ്റാഗ്രാം വഴിയും കോൾസ് വഴിയും വരുന്നത്. അതിനെ കുറിച്ച് പറയാം. കാരണം എന്താ പറഞ്ഞാൽ ഇപ്പൊ ഒരു കല്യാണം നടക്കാൻ പോണ പുള്ളിക്ക്, കാരണം ഈ വർഷം തന്നെ ഉണ്ട്. അത് സത്യമാണ്, അത് കറക്റ്റ് അല്ലേ? ഇന്ത്യന്നല്ല, ഇന്ത്യയല്ല, അത് ഗൾഫ് ജഗതി ചേട്ടൻ പോകുന്ന ഇവന്റെ വാട്സാപ്പിൽ വന്ന ഒരു ഫീമെയിൽ വോയിസ് കേൾപ്പിച്ചു. ആ പെണ്ണിനെ കല്യാണം കഴിക്കാൻ പോവാണെന്ന് പറഞ്ഞു. അപ്പൊ അതിനെ പറ്റിയിട്ടാണ് ഞാനിപ്പോ ചോദിക്കുന്നത്. ഇപ്പൊ പറഞ്ഞൊരു ഫീമെയിൽ വോയിസ് ഇപ്പൊ വിളിക്കാറില്ല. ഒരുപാട് പേര് കോണ്ടാക്ട് ചെയ്യുന്നുണ്ടല്ലോ. കാരണം നമ്മള് സോഷ്യൽ മീഡിയയിൽ ആറട്ടനും അലിൻ ജോസ് പെരേരയും ഫെയിം ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ മാറ്റം വരുത്താൻ നോക്കും ആൾക്കാർ. അല്ലാണ്ട് ഈ കല്യാണത്തിലൂടെ അവർ ഉദ്ദേശിക്കുന്ന ഫെയിം അല്ല. കാരണം മീഡിയ ഒരാളെ വിളിക്കാൻ പാടില്ല, കല്യാണ വീഡിയോ പുറത്തുവിടാന്ന് പറഞ്ഞു. കല്യാണം കഴിച്ചു കല്യാണ വീഡിയോ പുറത്തുവിടാന്ന് പറഞ്ഞു സോഷ്യൽ മീഡിയ വഴി. എന്റെ പേര് ഒരു അനുഭവം ഉണ്ടായി ഇവന്, ഒരു അനുഭവം ഉണ്ടായി. അത് ഞാൻ ഒരു അനുഭവം ഉണ്ടായി. കഴിഞ്ഞ ഞങ്ങൾ 2 ആഴ്ച മുമ്പ് ഇവിടെ നിൽക്കുമ്പോൾ ഒരു മെസ്സേജ് വരുവാണ്, ഞാൻ കാണാൻ വന്നിരിക്കുകയെന്ന് പറഞ്ഞു. അപ്പൊ എണ്ണാന്ന് കരുതി ഇവൻ പെട്ടെന്ന് റിവ്യൂ എന്ന് പറയാണ്ട് പെട്ടെന്ന് പക്ഷേ ഇത് ഇവൻ ഓടി, ഇവന്റെ പുറകെ ഞാൻ ഓടി. അവിടെ ചെന്നപ്പോ ടോൾ ജംഗ്ഷനിൽ ഒരു മനുഷ്യനില്ല. പിന്നെ പക്ഷെ അത് ഞാനുണ്ടെന്ന് അത് ഫേക്ക് ആയിരുന്നു. ബ്രൈറ്റ് ആണ് വിളിച്ചത്. ഫേക്ക് ആണെന്ന് അഭിലാഷിനെ എങ്ങനെ അറിയാം? അഭിലാഷിനെ എങ്ങനെ അറിയാം ഇത് ഫേക്കാന്ന് പറഞ്ഞാൽ ഈ അക്കൗണ്ടിൽ നിന്ന് നമുക്കും അയക്കാറുണ്ട്. സെയിം ഈ അക്കൗണ്ടിൽ ഒരു പരിപാടിക്ക് കൊണ്ട് 2000 രൂപ മേടിച്ചിട്ട് ഇവൻ അവിടെ വഴിക്കിരിക്കുക. പൈസ കൊടുത്ത പയ്യൻ പറഞ്ഞു മുനീറിന്റെ പരിപാടിക്ക് ആ ടൈം 2000 രൂപ മേടിച്ചു. പക്ഷെ എനിക്ക് തന്നില്ലെന്ന് പറഞ്ഞതിനെ പറ്റി പറയും. മുനീറിന്റെ പരിപാടിക്ക് 2 ലക്ഷം രൂപയാണ് കിട്ടിയത്. അപ്പൊ പിന്നെ അങ്ങനെ കോമഡി അടിച്ചു ബിഗ് ബോസിലേക്കൊക്കെ പോകാൻ പോകല്ലേ? അപ്പൊ ഇത് ഞാൻ പറഞ്ഞു ചോദിക്കുന്നത്, കറണ്ട് അഫയേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഒരു പരിജ്ഞാനം വേണമല്ലോ. ദിവ്യാണി കഴിഞ്ഞ ഇടയ്ക്ക് ഒരു ഗിന്നസ് റെക്കോർഡ് അടിച്ചിട്ടുണ്ട്. ദിവ്യാണി ഭരതനാട്യം 12,000 പേര്. അപ്പൊ നിനക്ക് ബിഗ് ബോസിൽ പോകുന്നപ്പോ ദിവ്യാണി ആരെന്നറിയില്ലേ? അറിഞ്ഞിരുന്നു, ആ സംഭവം അറിഞ്ഞിരുന്നു. അപ്പൊ അതിനെ പറ്റി എന്താണ്? ഓൺലൈൻ ന്യൂസിൽ മൊത്തം ചർച്ചയായിരുന്നല്ലോ. എന്താ ദിവ്യാണി ചെയ്തതിനോട് യോജിക്കുന്ന ഇത് ചെയ്ത കാര്യമൊന്നും ഒരു മാറ്റർ മാത്രം വായിച്ചില്ല, അറിയില്ല. നല്ലതല്ല. അത് കുറച്ച് വായിക്കാനുണ്ടാകുന്ന ഇരുന്ന് വായിക്കാനുള്ള സമയം കിട്ടിയില്ല. എന്താന്ന് പറയാൻ പറ്റും? എന്താന്ന് പറയാം അതിനെ പറ്റി പറയാം. കലൂർ സ്റ്റേഡിയത്തിൽ ഒരു ഡാൻസ് പ്രോഗ്രാം നടത്തിയ കാര്യം ഗിന്നസ് റെക്കോർഡിന് വേണ്ടിയിട്ട് ഒരു കലൂർ സ്റ്റേഡിയത്തിൽ ഒരു ഡാൻസ് പ്രോഗ്രാം നടത്തിയിരുന്നു. അതിനെ പറ്റിയിട്ടാണ് ഇവര് ചോദിക്കുന്നത്. അതിനെ പറ്റിയിട്ട് നിന്റെ അഭിപ്രായമാണ് ഇവര് ചോദിക്കുന്നത്. ഓരോരുത്തർക്കും ഗിന്നസ് റെക്കോർഡിൽ കയറാൻ വേണ്ടി പലതും നമുക്ക് അതെങ്ങനെയാ നടത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ 12,000 കുട്ടികളുടെ കയ്യിൽ നിന്ന് ഫീസ് വാങ്ങിച്ചിട്ടാണ് ദിവ്യാണി ഈ പരിപാടി നടത്തിയത് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ 12,000 ഫീസ് 12,000 കുട്ടികൾ
കുട്ടികൾക്കിടെ അടുത്തുനിന്ന് ഫീസ് വാങ്ങിച്ചു. തെറ്റായിരിക്കും. ദിവ്യ ഉണ്ണിക്കെതിരെ ചോദ്യം കേസെടുക്കണോ? കേസെടുക്കണോ? അറിയില്ലേ എനിക്ക് തന്നെയല്ലേ ശ്രീധരനല്ലേ എപ്പോഴും പൈസ വരില്ലേ? ചേട്ടന്റെ വീട്ടിൽ ഇപ്പൊ 1000 രൂപ ഇട്ടേച്ച ശ്രീധരൻ പോകും. അല്ലല്ല 10 ലക്ഷം ഇടത്തില്ലല്ലോ. അത് ഗൂഗിൾ പേയിലേക്ക് ഇടൂല. ഗൂഗിൾ പേയിലേക്ക് നല്ലൊരു മോഡൽ പെണ്ണ് കല്യാണം കഴിക്കുന്നുണ്ട്. അതെ ഞാൻ പറഞ്ഞ മറ്റേ നേപ്പാളിൽ പോണം. അവിടെ നിന്ന് കാട്ടിൽ നിന്ന് ഇവരെ കുറെ പേര് ശത്രുക്കളുണ്ട്. കാരണം ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മളെ ഇവിടെ പോയി ഫോട്ടോ ജിപ്പ് അങ്ങനെ എന്താ സംഭവം നിന്നെ ഇടിക്കാനും ഓടിച്ചില്ല. ഇവരെ ആൾക്കാർ നല്ലാനും ഓടിച്ചു. പേരെ ഇടിക്കുന്നു അങ്ങനെ പൊതിഞ്ഞ് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് ഇന്ന് ആ വീഡിയോ ആയിട്ട് ഇടിക്കാനൊന്നും വന്നില്ല. കാരണം ഇടിക്കാനൊന്നും വന്നു. കാരണം ഞാൻ പറയാം, ക്രൗൺ മലയാളത്തിലെ മീഡിയക്കാർ നമ്മുടെ ഒപ്പം ഉണ്ട്. രണ്ടുപേരും ഉണ്ടായിരുന്നു. അവര് സംരക്ഷണം ഉള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. കാരണം അത്രയ്ക്ക് ജനസാഗരം എന്നെ പൊതിഞ്ഞു. ബോഡി ഗാർഡിനെ പൈസ കൊടുത്ത് വെക്കുന്നതല്ല. നിങ്ങൾ ഓൺലൈൻ മീഡിയയുടെ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് മലയാറ്റൂരും എടപ്പള്ളി പിന്നെ എടപ്പള്ളി പേപ്പർ സംഭവം ഉണ്ട്. എടപ്പള്ളി പേപ്പർ ചേട്ടന് ആർക്കെങ്കിലൊക്കെ ഉണ്ട് ചേട്ടൻ. അപ്പൊ ആ മീശയൊക്കെ ഉണ്ട്. എടപ്പള്ളി പോയപ്പോ ഒരു ഫാമിലിയെ ഫോട്ടോ എടുക്കുന്നു. ഞാൻ അവിടുത്തെ എന്റെ ഒപ്പം എടുക്കാതിരിക്കുന്നു. ഫോട്ടോ എടുക്കില്ല. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഉണ്ട്, കൊച്ചു പിള്ളേർക്കുടെ കൂടെ തുള്ളി കളിക്കുന്ന അലിൻ ജോസ് പെരേര. അത് നമുക്ക് കൊച്ചുള്ളിൽ ഇഷ്ടമാണ്. കാരണം നമുക്ക് എന്റെ ആയിട്ടുള്ള ഫാമിലി പറയട്ടെ, ഞാൻ പറഞ്ഞോട്ടെ, എന്റെ ഫാമിലി കുറെ ചെറിയ പിള്ളേരുണ്ട്. അവരെന്റെ കൂടെ വർത്തമാനം പറയാനും ചിരിക്കാനും മിണ്ടാനും വരില്ല. കാരണം നമ്മളെ എന്ന് പറഞ്ഞ വ്യക്തിയെ ദ്രോഹിക്കാൻ വേണ്ടിയാണ് പല ബന്ധുക്കളും ട്രൈ ചെയ്യുന്നത്. കാരണം പല ചെറിയ കുട്ടികൾ ഇപ്പൊ എന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. മോനെ ചേട്ടൻ എടുത്തിട്ട് സെൽഫി എടുക്കുമെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇപ്പൊ ഫെയിം കൊണ്ട് കുറെയൊക്കെ മാറ്റങ്ങളുണ്ട്. കാരണം നമ്മുടെ ഫാമിലിയിൽപ്പെട്ട ആൾക്കാർ ഒരു കൊച്ചിനെ കയ്യിലേക്ക് തരല്ല. പക്ഷേ കഴിഞ്ഞ ദിവസം നമ്മുടെ നീലക്കുയിലുണ്ടല്ലോ, നീലക്കുയിലിന്റെ മകനെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചു. ന്യൂ ഇയർ ആയിട്ട് എന്താ പ്ലാൻ? പുതിയ പ്ലാൻ ന്യൂ ഇയർ ആയിട്ട് പുതിയ പ്ലാൻ എന്താ? ന്യൂ ഇയർ ആയിട്ട് എന്താ പുതിയ പ്ലാൻ ഒക്കെ എന്താ? നീലക്കുയില നമ്മളെ ഫേമസ് ആക്കി. ഫസ്റ്റ് ഇന്റർവ്യൂ അണ്ണൻ കൊടുത്തു. രണ്ടാമത്തെ ഇന്റർവ്യൂവിന് വിളിച്ചോ പറയാം അയാളെ വിളിക്കണ്ട, ഇനി ഞാനാണ്. ഈ ഫീൽഡിൽ കൊണ്ടുവന്ന ഹലോ ഈ ഫീൽഡിൽ കൊണ്ടുവന്ന ആറാട്ടനാണ്. ഇന്റർവ്യൂ കൊടുത്തു. അടുത്ത അണ്ണന്റെ വന്നിട്ട് 2 വർഷമായി. പണ്ടും വന്നിട്ട് 2 വർഷമായി. വന്നപ്പോ നമ്മൾ 23 വയസ്സാവും. ഇപ്പോഴും പറഞ്ഞു 23 തിരിച്ച് 32. കാരണം നമ്മളും ഒരാളെ പറ്റി മോശം പറഞ്ഞല്ല. ഞാനും മാത്യു തോമസ് നെസ്ലിലും ഒരേ പ്രായവും. പക്ഷെ ഞങ്ങൾ തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട്. അവർക്ക് സ്റ്റാർഡോ ഉണ്ട്, എനിക്ക് എന്റെ ആയിട്ടുള്ള സ്റ്റാർഡോ ഉണ്ട്. മനസ്സിലായോ? ന്യൂ ഇയർ ആയിട്ട് എന്തൊക്കെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടല്ലോ. കാരണം നമ്മള് ഡാൻസ് നിർത്തി തിയേറ്റർ ഡാൻസ് നിർത്തി പറയാം. കാരണം നമുക്ക് സ്റ്റേജ് പ്രോഗ്രാംസ് ഉള്ളപ്പോ സ്റ്റേജിൽ ഡാൻസ് ഉണ്ടാവും. പിന്നെ ഇതും പറയട്ടെ, ന്യൂ ഇയർ ആയിട്ടുള്ള മാറ്റങ്ങൾ. ന്യൂ ഇയർ ആയിട്ടുള്ള മാറ്റം എന്താ? നമ്മള് ഈ പുള്ളിയുടെ ഒരു സംഭവം ഉണ്ടായി. ഈ പുള്ളിക്ക് എനിക്ക് പണിയൊന്നുമല്ല. ഈ പുള്ളി ഞാൻ മാമുക്കുവന്റെ മകനായിട്ടെ സർക്കായിട്ട് ഞാൻ വീട്ടിൽ പോയാ. അത് വിട്, നമുക്ക് ആ കേസ് വിട്. അത് വേണ്ടത് ന്യൂ ഇയർ ആയിട്ടുള്ള ആങ്കറായി എന്റെ ചാനലിൽ തന്നെ. കാരണം മാമുക്കുവന്റെ മോനെ കൊണ്ടുപോകുന്നു എന്റെ ചാനൽ. വേറെ വിവാദം പറയില്ല. അപ്പൊ എന്റെ ചാനലിൽ കൊണ്ടുവന്ന് ആങ്കർ ചെയ്തു പുള്ളി. എന്റെ കൂട്ടുകാരോടൊക്കെ പറഞ്ഞു. കാരണം ഇനി ആങ്കറിംഗിലാണ് ഇപ്പൊ താല്പര്യം. കാരണം മാപ്സിക് മീഡിയ, എയർ മീഡിയ, ഫ്ലാഷ് സ്റ്റേറ്റ് മീഡിയ അങ്ങനെ 3 ചാനലുണ്ട്. അപ്പൊ ആങ്കർ ആവണോ? ഡാൻസും പാട്ടൊക്കെ ഒഴിവാക്കാൻ പോണേ. ആങ്കറായിട്ട് നായകന്മാർക്കൊപ്പം ഡാൻസ് കളിക്കും. കഴിഞ്ഞ ദിവസം ഒരു ഡാൻസ് കളിച്ചു. ആങ്കർ ആകാൻ പോവാണ്. റിവ്യൂ ഫിലിം പ്രശ്നമല്ല. റിവ്യൂ നമുക്ക് മാറാൻ പോകുന്നേ. ഒരു 16-ാം തീയതി മുതൽ സിനിമ ഷൂട്ടിംഗ് ഉണ്ട്. ഏത് സിനിമയുടെ മാറാൻ തീരുമാനിച്ചത് എന്റെ വിമർശനമാണ്. സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും സെൽഫി കൊടുക്കത്തില്ല. കാരണം
ചിലര് സെൽഫി എടുക്കുമ്പോ കളിയാക്കണേ ചിലര്. അപ്പൊ അതൊക്കെ എനിക്ക് മനസ്സിലാക്കേണ്ടത്. മാന്യമായിട്ട് എടുക്കുന്നവർക്ക് സെൽഫി കൊടുക്കും. പിന്നെ ആൾക്കാർക്ക് ഇടയിൽ പെട്ടെന്ന് എനിക്ക് ദേഷ്യം വരുന്ന കൺട്രോൾ ചെയ്യും. കാരണം എനിക്ക് പെട്ടെന്ന് ശരിയാ ഞാൻ പെട്ടെന്ന് തെറി പറയും. കാരണം അതൊക്കെ ഇപ്പൊ ഈ റിവ്യൂല് വന്നിട്ട് കുറച്ച് കോമിക്കൊക്കെ കാണിച്ചപ്പോൾ കുറച്ച് അതിലേക്ക് കുറഞ്ഞു റിലാക്സ് ആയത്. അതാണ്. അല്ലാണ്ട് ഡാൻസ് കളിക്കുന്നത് എനിക്ക് മാനസിക കൊണ്ടിട്ടില്ല. കാരണം എന്റെ ഫ്രസ്ട്രേഷൻ മാറ്റാൻ വേണ്ടിയാണ് അതൊക്കെ ചെയ്യുന്നത്. ചില അണ്ണനുണ്ടെന്ന് പറയുന്നത്. ഈ ബാലസാറ് അണ്ണനെ പറ്റി ഒരു ഗുളിയായി കിടന്നൊക്കെ പറഞ്ഞില്ല. വിളിക്കണ്ട് പക്ഷെ കിട്ടില്ല, റേഞ്ച് കുഴപ്പമില്ല. ബ്ലോക്ക് ചെയ്താണ്. അത് കുഴപ്പമില്ല, പുള്ളി ആക്ടറല്ലേ. എനിക്ക് വേറെ ബിപിൻ ജോർജ് ആയിട്ടൊക്കെ നല്ല അടുപ്പമുണ്ട്. ബിപിൻ ജോർജ് ഡെയിലി വിളിക്കും. വൈക സീരീസിലെ അനിസുത്താരൊക്കെ കളിയാക്കിയത് ഒരു സംശയം. അനിസുത്താര എന്ന് പറഞ്ഞ വ്യക്തി നല്ല നടിയായിരിക്കും. പക്ഷെ രാമന്റെ തൊട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ വാതിൽ എന്ന സിനിമയ്ക്ക് നല്ല റീച്ച് ഉണ്ടാകും. പക്ഷെ അധികം സിനിമകൾ കുറവാണ്. ആ സിനിമയിൽ കുറവല്ല, ഒരു നടി എന്ന നിലയിൽ പടം 10 ദിവസം മുമ്പ് ഇറങ്ങി റീച്ച് ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അത് അതിനെപ്പറ്റി പറഞ്ഞു. പക്ഷെ എന്നെ പൊട്ടെന്ന് പറഞ്ഞ ശരിയായില്ല. അന്നോട് പറഞ്ഞില്ലേ? അന്നോട് പറഞ്ഞു ഈ മണ്ടത്തരങ്ങളില്ല രഹസ്യം എന്താണ്? മലപ്പുറം കാണിക്കുന്നതാണ്. ജമ്പനും തുമ്പനും എക്സാമ്പിൾ അലിയേട്ടന്റെ പെണ്ണ് ആൻസി എന്ന് പറഞ്ഞ ക്യാരക്ടർ പുള്ളിയുടെ ഉണ്ടല്ലോ, ഒരു മണ്ടത്തരല്ല. ബ്രൈറ്റ് എന്ന് പറഞ്ഞ ഡയറക്ടറിന്റെ കഴിവാണത്. തുറന്നു പറ, ഏതാ ഊളയൊക്കെ? ബ്രൈറ്റ് എന്ന് പറഞ്ഞ ബ്രൈറ്റ് ആണെങ്കിൽ ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റിനെ കൊണ്ടൊക്കെ അഭിനയിപ്പിക്കാറുണ്ട്. പക്ഷെ നമുക്ക് ഉള്ളതുകൊണ്ട് നമുക്ക് ബിരിയാണിയൊക്കെ പഠിച്ചൊന്ന് അഭിനയിപ്പിച്ചു. അതല്ല, ഒരു കാര്യം ചോദിക്കണം. ഇപ്പൊ 2025 കിടന്നേക്കണം. അപ്പൊ ഈ കല്യാണം മാർച്ചായിരിക്കും. അത് മാർച്ച് 50 കൊല്ലം കഴിയുള്ള മാർച്ച്. ബ്രൈറ്റിനെ വിളിക്കുമെന്ന് അറിയാം. ബ്രൈറ്റ് പാസ്പോർട്ട് ഉണ്ടെങ്കിൽ വിളിക്കും. എടാ നീ കല്യാണം കഴിക്കുന്ന ഞാൻ ചോദിക്കട്ടെ. കല്യാണം എവിടെ നടക്കുന്നത്? നീ പെണ്ണിന് ചെവി കേൾക്കത്തില്ല, കണ്ണ് കാണത്തില്ല. ഗൾഫിലാണ്. എവിടെയാണ് ഞാൻ ഇപ്പൊ പറയുന്നത്? റിവീൽ ചെയ്യണം. ഇത് ഗണപതി കല്യാണം പോലെ. ഡോക്ടർ പെണ്ണ് എന്തായി? ജനങ്ങളുണ്ടല്ലോ, പിന്നെ അതില് എന്തോരം പെണ്ണുങ്ങളുണ്ട്. ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. കല്യാണത്തിന് ഞാൻ പോയി. അത് എനിക്കിപ്പോ വേണ്ടാന്ന് തോന്നുന്നുണ്ട്. കാരണം അത് കഴിഞ്ഞപ്പോഴാണ് ഈ കല്യാണ പ്രപ്പോസലൊക്കെ വന്നത്. നല്ലതാ. പക്ഷെ അത് പറ്റിക്കാണ്. ചുമ്മാ എനിക്ക് അതിനൊരു പെണ്ണ് കിട്ടാൻ വേറെ സംഭവം നടന്നു. ഇവൻ കല്യാണം കഴിക്കാൻ പോകുന്ന പറഞ്ഞപ്പോ ഇവന്റെ അമ്മേനെ റിയ വിളിച്ചിട്ട് പറഞ്ഞു ഈ കല്യാണം സമ്മതിക്കത്തില്ലെന്ന്. അല്ല ശരിയല്ല, അത് നിന്റെ ഭാഗത്ത് പ്രശ്നമായി. ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് അല്ല എനിക്ക് ഞാൻ പറയാം, ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് നീ രണ്ടാമത് അവളെ നിന്ന് പൈസ മേടിച്ച് നീ അവളോട് പോയി വീണ്ടും കെട്ടാന്ന് പറഞ്ഞു. അതാണ് ഇതിനൊക്കെ പ്രശ്നം. മനസ്സിലായി? അപ്പൊ നിനക്ക് പെണ്ണ് കെട്ടാൻ പറ്റത്തില്ല. അവള് വിവാദമായിട്ട് വരും. ജൂനിയർ പെരേരയും കൊണ്ട് അവള് വരും ഒക്കത്ത് വെച്ചോണ്ട്. വിവാദം വരട്ടെ. കാരണം നമ്മള് ഗൾഫിലല്ലേ പോകുന്നത്. നമ്മൾ ഗൾഫിൽ പറക്കണല്ലേ. കാരണം നമ്മള് സെലിബ്രിറ്റി ഇമേജുള്ള ആളാണ്. അമ്മയുള്ള ആൾക്കാരൊക്കെ ആയിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവര് സപ്പോർട്ട് ഉണ്ടാവും പ്രതീക്ഷിക്കുന്നു. ഓക്കെ. അപ്പൊ ബിഗ് ബോസ് എന്തായി? ബിഗ് ബോസ് രണ്ടുപേരുടെ പേരുണ്ട്. എന്തായാലും ആട്ടായം ബിഗ് ബോസ് പോയ കലക്കും. ആട്ടായത്തിന് പാട്ടറിയാം, ഡാൻസ് അറിയാം, മിമിക്രി അറിയാം. നീ അവിടെ നിർത്തുന്നതിനെ പോലെ ഇരിക്കുന്നത് ഗ്ലാമർ കുറവാണ്. ഈ മോന്തെന്ന് കാണിച്ചു. ഏറ്റവും കൂടുതൽ ലേഡി ഫാൻസ് വിളിക്കുന്നത് തന്നെയാണ്. ഈ പുള്ളിനെ വിളിക്കാറില്ല. ഈ പുള്ളിക്കും ഒരുപാട് ഫാൻസ് അല്ല, ഷോർട്ട് ഫിലിംസിൽ കുറെ നടിമാരായിട്ട് പുള്ളിക്ക് പരിചയമുണ്ട്. അങ്ങനെ കുറച്ച് പേര് ഇങ്ങനെ പിടിച്ച് കൈയൊക്കെ ഒറ്റ കാര്യം ഞാൻ പറയട്ടെ. നീ പറഞ്ഞ ആട്ടായത്തിന് ഗ്ലാമർ ഇല്ല, നിനക്ക് ഗ്ലാമർ ഉണ്ട്, ഫെയിം ഉണ്ട്. എനിക്ക് ഞാൻ പറയാം, ഇവൻ നായകനാന്ന് പറഞ്ഞ ഒറ്റ പെമ്പിളാർ അഭിനയിക്കാൻ പറ്റത്തില്ല. അതറിയാം എത്ര നായികമാര് പോയെന്നറിയോ? പറഞ്ഞ പോയിന്റ് ഞാൻ പറഞ്ഞു. ആകെപ്പാട് അതിനെ ദുരിതമാക്കി വിട്ടു. പറയട്ടെ. ഇപ്പൊ റാണി രാജ എന്ന സീരിയലില് ആ ഒരു സീക്വൻസിൽ ഇപ്പൊ നോക്കി കാണുമ്പോൾ ഞാനും അവള് നായികയെന്ന് തന്നെ തോന്നും. ചിലപ്പോ ആര് പറഞ്ഞു? നിനക്ക് തോന്നി. കാരണം എന്താ പറയാം, കാരണം അതിൽ എന്തോ സീക്വൻസ് ഉണ്ട്. റാണി രാജയില് ഒരുപാട് സീക്വൻസ് നെറ്റിലുണ്ട്. മനോരമ മാക്സിൽ
കുറിച്ച് പറയണല്ല, പക്ഷെ എന്റെ സീക്വൻസ് മാത്രം ഞാൻ ഇട്ടപ്പോഴാണ് വൈറലായത്. അല്ലാതെ ആ ഫുൾ സീക്വൻസ് എപ്പിസോഡ് എടുത്തിട്ടില്ല. ആ ഒരു അർച്ചാക്കവി ഞാനും തമ്മിൽ ഒരു കോംബോ വർക്കായി പോയി. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ചിലപ്പോ നാളെ അർച്ചാക്കവി എന്റെ നായികയായിട്ട് വരും സിനിമയിൽ. അത് ഒരിക്കലും നടക്കത്തില്ല. നീ പറഞ്ഞ പൈസ കൊടുത്താൽ ആരെങ്കിലും അഭിനയിക്കാൻ പറ്റും. പിന്നെ ഓക്കെ മതി. വെയില് ഈ വർഷം അടിപൊളിയായി മാറട്ടെ. ഈ വർഷം 2025 കടക്കാനുള്ള ആൾക്കാർ ശരിക്കും കോമഡി കമന്റ്സിലൂടെ കോമഡി ആക്കുന്നു. മീഡിയക്കാരല്ല ശരിക്കും കോമഡി ആക്കുന്നത് കമന്റ്സിലൂടെ. ട്രോളന്മാരാണ് ശരിക്കും ചെയ്യുന്നത്. ട്രോളന്മാര് ഭ്രാന്തന്മാരത് ഈ 2025 മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള സന്ദേശം എന്താ? 2025 അതല്ല ഇത് പറ. 2025 മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള സന്ദേശം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളിപ്പോ റിവ്യൂ എന്നൊക്കെ കുറച്ച് ബ്രേക്ക് എടുക്കാനുള്ള പ്ലാനിങ് ഉണ്ട്. മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള സന്ദേശം മാന്യമായിട്ട് ജീവിക്കുക, മറ്റുള്ളവർക്കിടയിലേക്ക് ഫോക്കസ് ചെയ്ത് വരാണ്ടിരിക്കുക, അനാവശ്യമായിട്ടുള്ള ന്യൂസും കാര്യങ്ങളൊന്നും ന്യൂസുകാരും സ്പ്രെഡ് ചെയ്യാണ്ടിരിക്കുക. ന്യൂസ് ഇടുമ്പോൾ എന്താ പറയാ, ഒരു നടനെ പറ്റിയും ഒരു റിവ്യൂവറിനെ പറ്റി ഇടുന്ന ന്യൂസ് നോക്കി കണ്ടൊക്കെ ഇട്ടില്ലെങ്കിൽ ന്യൂസ് ചാനൽ കയറി അടിക്കുക. ആരടിക്കും? പിന്നെ ഇയാൾ അടിച്ചു. അടുത്ത അടിക്കുള്ള